വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശനമേള. വിവിധ തരത്തിലുള്ള അറിവുകൾ നേടുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള സർപ്രൈസുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂരിലെ എൻ്റെ കേരളം പ്രദർശനമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. ഒരുപാട് അറിവുകൾ നേടാനും അതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരിട്ടറിയാനുമെല്ലാം ഉള്ള ഒരു അവസരമാണ് എൻ്റെ കേരളം പ്രദർശനമേള. ഓരോ ദിവസവും ഓരോ നിമിഷവും സാങ്കേതികവിദ്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റോബോട്ടിക് പാർക്കിൻ്റെ റോബോ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ആദ്യം ഈ എൻ്റെ കേരളം സ്റ്റാളുകളിലേക്ക് വരുമ്പോൾ ഉള്ളത്. തൃശ്ശൂരിൽ തുടങ്ങാൻ പോകുന്ന കേന്ദ്രമാണ്. അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു മാപ്പ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഒരു ഡെമോ ഇവിടെ ആദ്യം തന്നെ കൃത്യമായി കാണാവുന്ന രീതിക്ക് വിശദീകരിക്കുന്ന രീതിക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ വരുന്നത് ഇങ്കർ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് തൃശ്ശൂർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു ടെക് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇത് വരുന്നത് തൃശ്ശൂർ രാമവർമ്മപുരം ഒരു വിഗ്നാസാൻ്റെ ലാൻഡ് ഉണ്ട്. ആ ലാൻഡിലാണ് ഇത് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാനും? ഈ പാർക്ക് മെയിൻലി നമ്മൾ 4 വെർട്ടിക്കൽസ് ആയിട്ടാണ് തിരിച്ചേക്കണത്. അതിൽ റോബോ ലാൻഡ് ഉണ്ടാവും, മേക്കർ സോൺ ഉണ്ടാവും, ഫ്യൂച്ചറിസ്റ്റിക് ഉണ്ടാവും, ഇൻക്യുബേറ്റർ ഉണ്ടാവും. ഈ റോബോ ലാൻഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിലൊരു 12 AI സോൺസ് ഉണ്ട്. ഇവിടെ ഡ്രോൺ സൗണ്ട്, അഗ്രി സൗണ്ട്, VR സൗണ്ട്, AR സൗണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രോൺ സോണിക്ക് നമ്മൾ ചെല്ലാണെങ്കിൽ നമുക്ക് ഇവിടെ ഡ്രോണൊക്കെ പറത്തി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. AR സോണിക്ക് വേണമെങ്കിൽ VR സോണിക്ക് നമുക്ക് അതൊക്കെ ഉള്ളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ ടെക്നോളജിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോബോ ലാൻഡ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ ചക്രവും അതുപോലെ തന്നെ ഈ വെള്ളം തേവുന്നതിന് വേണ്ടിയുള്ള മറ്റ് പണ്ട് ഉപയോഗിച്ചിരുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഓലപ്പുരകൾ, ഇപ്പോൾ ആരും ഓലപ്പുരകൾ കാണാനുണ്ടാവില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ പഴയ കാലത്തെ ഓലപ്പുരയും അതുപോലെ തന്നെ നെയ്ത്ത് പായയും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ അത് ഇതിനെക്കുറിച്ചുള്ള അറിവൊന്നും ഉണ്ടാകില്ല. അതൊന്ന് കണ്ട് മനസ്സിലാക്കാനും കൂടി ഇങ്ങനെയൊക്കെ കുറേ ആളുകൾ ഇത്തരത്തിലുള്ള വീടുകളിലൊക്കെ ജീവിച്ചിരുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാൻ കൂടി ഉള്ള ഒരു സ്റ്റാളാണ് ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. കായിക വകുപ്പിൻ്റെ സ്റ്റാളിലേക്ക് എത്തിയാൽ അവിടെ വിവിധ കായിക വിനോദങ്ങളുടെ ഡെമോൺസ്ട്രേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യം തുടങ്ങിയത് കളരിപ്പയറ്റായിരുന്നു. ഇന്നലെ ബോക്സിംഗ് നടന്നു, ഇന്ന് ജൂഡോ, ഇനി നാളെ തായ്ക്കൊണ്ടോ ഉണ്ടാവും. ഇങ്ങനെ 24-ാം തീയതി വരെ ഡെമോൺസ്ട്രേഷൻ, വിവിധ കായിക ഇനങ്ങളുടെ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിലെ ട്യൂബിന് ഡാമേജ് ആണ്, ഒറ്റ അമർത്തോ, ഒന്ന് അമർത്തി പിടിക്കോ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, ചൂടൊന്നുമില്ല കയ്യിൽ. ഇതെന്ന് പറയുന്നത് AK-47 ഫാമിലിയിൽപ്പെട്ട ഒരു വെപ്പണാണ്. AR-M5 എന്ന് പറയും. 7.62 mm അതിൻ്റെ കാലിബറാണ് ഇതിനുള്ളത്. ഇതൊരു ഓട്ടോമാറ്റിക് വെപ്പണാണ്. ഓട്ടോയിലിട്ട് ട്രിഗർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്ന ആമിനേഷൻ എല്ലാം ഫയർ ആവുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിയാൽ ഒരുപാട് കിളികളും പാമ്പും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ജീവികളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു തരംഗമാണ് അരുമപക്ഷികളും വിദേശയിനം മൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കൗതുക ലോകം. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മുടെ പൊതുജനങ്ങളെ ആകർഷിക്കുന്നതിനായിട്ട് ഇവിടെ ഒരു വലിയ എക്സിബിഷനാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ എൻ്റെ കേരളത്തിന് തൃശ്ശൂരിലെ പവലിയനുകളിൽ എത്തിയാൽ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്, അറിവുകൾ നേടാനുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും വളരെയധികം ആളുകളെ ആകർഷിക്കുന്നതാണ് തൃശ്ശൂരിലെ എൻ്റെ കേരളം പ്രദർശനമേള. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.